ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് മസാക്കർ ആൻഡ് ഹണ്ടർ കമ്മീഷൻ. ഇത് മൂന്നും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. മോണ്ട്ഫോർഡ് റിഫോംസിന് മുന്നേ, മോണ്ട്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഇതിൻ്റെ 6 മാസം മുൻപ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 2 ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിലൊന്ന് ഡ്രോപ്പ് ചെയ്തെങ്കിലും മറ്റേത് പാസ്സാക്കി. പാസ്സായിട്ടുള്ള ബില്ലിൻ്റെ പേരാണ് ഡിഫൻസ് ഓഫ് ഇന്ത്യ റെഗുലേഷൻസ് ആക്ട് ഓഫ് 1915. ഇത് പാസ് ചെയ്യുന്നത് 1990-ലാണ്. ഇതിനെ തന്നെ മറ്റു 2 പേരിൽ വിളിക്കാറുണ്ട്. അനാർക്കിൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നും പോപ്പുലറായിട്ട് റൗലറ്റ് ആക്ട് എന്നും. റൗലറ്റ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ആക്ട് പാസ്സാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ സിഡ്നി റൗലറ്റിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെട്ടത്. റൗലറ്റ് ആക്ട് എന്ന് വിളിക്കുന്നത് സിഡ്നി റൗലറ്റ്. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് സിഡ്നി റൗലറ്റ്. ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ആളുകളുടെ സെഡിഷ്യസ് കോൺസ്പിറസിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരുന്നു റൗലറ്റ് കമ്മീഷൻ. ട്രയലില്ലാതെ ഒരാളെ ഇംപ്രിസൺ ചെയ്യാനും നാട് കടത്താനൊക്കെ ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സെഡീഷ്യസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് കൈവശം വെക്കുന്നത് വരെ ഒരു ക്രൈമായിട്ട് കണക്കാക്കി. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഇന്ത്യൻ മെമ്പേഴ്സ് ഈ ഒരു ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്തു. പക്ഷേ അവരൊരു ചെറിയ മൈനോറിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പാസ്സാവുകയാണ് ഉണ്ടായത്. മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, അതുപോലെ മസ്ഹറുൽ ഹക്ക് തുടങ്ങിയ ആളുകൾ ഈ ഒരു ബില്ല് പാസ്സാക്കിയതിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് റിസൈൻ ചെയ്തു. ഈ ഒരു ആക്ട് യൂസ് ചെയ്തിട്ട് ട്രയലില്ലാതെയും ജൂറീസ് ഇല്ലാതെയൊക്കെ ഒരാളെ ഇംപ്രിസൺ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ സസ്പീഷ്യസ് ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. പിടിക്കപ്പെട്ട ആൾക്ക് ലീഗൽ ഹെൽപ്പിന് പോകാൻ പറ്റാത്ത രീതിയിൽ സീക്രട്ടായിരുന്നു നടത്തിയ ട്രയൽസൊക്കെയും. അപ്പീലുമായിട്ട് മുകളിലുള്ള കോർട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ഹൈക്കോടതി ജഡ്ജിമാരെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സ്പെഷ്യൽ സെല്ല് ഫോം ചെയ്തു. ഇന്ത്യൻ എവിഡൻസസ് ആക്ടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ പോലും ഇവർ എവിഡൻസസ് ആയിട്ട് സ്വീകരിച്ചിരുന്നു. സിവിൽ ലിബർട്ടി, അതുപോലെ ഹെയ്ബിയസ് കോർപ്പസ് ഇതൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1915 വന്നിട്ടുള്ള വാർ ടൈം ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ക്ലോസസ് പെർമനൻ്റ് ലോ ആക്കാനായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ഈ ഒരു പീരീഡിൽ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രസ്സിനെ കൺട്രോൾ ചെയ്യുക. വാറിന് ശേഷം ഇന്ത്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻസൊക്കെ വെച്ചിട്ട് ഇന്ത്യൻസ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു സെൽഫ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അഡ്വാൻസ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവർക്ക് നേരെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്, പിന്നെ അതുപോലെ റൗലറ്റ് ആക്ട് പോലെയുള്ള കാര്യങ്ങളാണ്. അതുവരെ ബ്രിട്ടീഷുകാരുടെ വാറിന് കോപ്പറേഷൻ ഓഫർ ചെയ്തിരുന്ന ഗാന്ധിജി ഈ ഒരു റൗലറ്റ് ആക്ടിനെ ബ്ലാക്ക് ആക്ട് എന്ന് വിളിക്കുകയും ഓരോ ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ക്രൈംസിന് എല്ലാവരെയും പണിഷ് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു. ഓൾ ഇന്ത്യ ലെവലിൽ മാസ് പ്രൊട്ടസ്റ്റ് ഗാന്ധിജി പ്രഖ്യാപിച്ചു. പാൻ ഇസ്ലാമിസ്റ്റുകളുടെയും ഹോം റൂൾ ലീഗിൻ്റെയൊക്കെ യങ്ങർ മെമ്പേഴ്സിനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിലൊരു സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റ് രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹർത്താൽ, അതായത് സ്ട്രൈക്ക്, മറ്റൊന്ന് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, വേറൊന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ്. ഈ ഒരു ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് നാഷണൽ മൂവ്മെൻറ്റിൽ കൊണ്ടുവന്നു. ഈ ഒരു ലീഡർഷിപ്പ് വന്നതോടുകൂടി മാസസിനൊരു ഡയറക്ഷൻ ലഭിച്ചു. അവരവരുടെ ഓരോ പ്രശ്നങ്ങൾ പറയുകയും എക്സ്പ്രസ് ചെയ്യുകയും അല്ലാണ്ട് അവർക്കൊരു ആക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. ലോവർ സ്ട്രാറ്റയിൽ പെടുന്ന പെസൻസ്, ആർട്ടിസൻസ്, അതുപോലെ അർബൻ പുവറിനൊക്കെ ഈ ഒരു സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡ് തൊട്ട് നമുക്ക് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഓറിയൻറ്റേഷൻ മാസസിലേക്കാവുന്നതായിട്ട് കാണാം. ഏപ്രിൽ 6, 1919 സത്യാഗ്രഹ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ മുൻപ് തന്നെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള വയലൻ്റ് ആൻറ്റി ബ്രിട്ടീഷ് ഡെമോൺസ്ട്രേഷൻസ് കൽക്കട്ടയിലും ബോംബെയിലും ഡൽഹി, അഹമ്മദാബാദിലൊക്കെ നടന്നു. വളരെ വയലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു പഞ്ചാബ്. ഇവിടെ ആർമീനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഈ ഒരു പഞ്ചാബിലുണ്ടായിരുന്ന വയലൻസ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് അമൃത്സറിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, പ്രൊട്ടസ്റ്റേഴ്സ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഹർത്താൽ, സ്ട്രൈക്കൊക്കെ വിളിച്ചിട്ട് അവിടെയുള്ള ഷോപ്പുകളൊക്കെ അടച്ചിട്ടുള്ളൊരു
രീതിയായിരുന്നു അവർ ഫോളോ ചെയ്തത്. പഞ്ചാബിലുണ്ടായിരുന്ന 2 ലീഡേഴ്സായിരുന്നു സെയ്ഫുദ്ദീൻ കിച്ലുവും മറ്റൊന്ന് ഡോക്ടർ സത്യപാലും. ഇവരെ 2 പേരെയും ഏപ്രിൽ 9 ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇവർ ചെയ്തത് കുറ്റം പറയുന്നത് ഇവർ പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് അഡ്രസ്സ് ചെയ്തു എന്നാണ്. പോരാത്തതിന് ഇവരെവിടേക്കാണ് കൊണ്ടുപോയത് എന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇവരുടെ അറസ്റ്റ് പഞ്ചാബിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് സോളിഡാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 10 1000ഓളം ആളുകൾ ഒത്തുകൂടുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഗ്യാതറിങ്ങിലേക്ക് ബ്രിട്ടീഷുകാർ ഫയർ ചെയ്തു. അപ്പോൾ കുറേ പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ ഒരു എൻ്റയർ ടെൻഷന് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി. ഇതിൻ്റെ റിസൾട്ടായിട്ട് മൊത്തം ഒരു കലാപമുള്ള അറ്റ്മോസ്ഫിയറായി മാറി. ഇതിൻ്റെ ഭാഗമായിട്ട് 5 ഇംഗ്ലീഷുകാർ കൊല്ലപ്പെടുകയും മാസല ഷെർവുഡ് എന്ന് പറയുന്നൊരു മിഷണറിയെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഓർഡർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ഡയറെയാണ് ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചിരുന്നത്. ഇവിടേക്ക് ട്രൂപ്സിനെ ഇമ്മീഡിയറ്റായിട്ട് അയക്കുകയും ചെയ്തു. ഇദ്ദേഹം ഏപ്രിൽ 13 ഒരു പ്രൊക്ലമേഷൻ ഇഷ്യൂ ചെയ്തു. അതിൽ പറയുന്നത് ആരും ഒരു പാസ്സില്ലാതെ ഈ ഒരു സിറ്റി വിട്ടുപോകരുത്, മറ്റൊന്ന് ഡെമോൺസ്ട്രേഷൻസോ പ്രൊസഷൻസോ അസംബ്ലിംഗ് ഒന്നും നടത്തരുത്, 3 ആളുകളിൽ കൂടുതൽ ആളുകൾ ഗ്യാദർ ചെയ്യാൻ പാടില്ല. എന്നാൽ ബൈസാഖി ഡേ എന്ന് പറയുന്ന സിഖുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ദിവസത്തിൽ ഈ ഒരു സിറ്റിയിലുള്ള പ്രൊക്ലമേഷനും ഈ ഒരു ഓർഡറൊന്നും അറിയാതെ നൈബറിങ് വില്ലേജസ് നിന്നൊക്കെ കുറേ ആളുകൾ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു പബ്ലിക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഗ്യാദർ ചെയ്തു, ബൈസാഖി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. ഇതേ സമയം ലോക്കൽ ലീഡേഴ്സ് ഇവിടെ ഇതേ വെന്യൂള്ളൊരു പ്രൊട്ടസ്റ്റ് മീറ്റിങ്ങും വിളിച്ചിരുന്നു. ഇവിടെ കൂടിയിരുന്ന ആളുകളിൽ മെജോറിറ്റിയും ഈ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവരായിരുന്നു. ഈ ഒരു മീറ്റിങ്ങിൽ വെച്ച് 2 റെസൊല്യൂഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റൗലറ്റ് ആക്ട് പിൻവലിക്കണമെന്നും മറ്റൊന്ന് ഏപ്രിൽ 10 നടന്ന ഫയറിങ്ങിനെ കണ്ടം ചെയ്തുകൊണ്ടും. ഈ ഒരു ഗ്യാതറിങ്ങിലേക്ക് ആംഡ് ആയിട്ടുള്ള സോൾജേഴ്സിനെയും കൊണ്ടുവരുന്നത് ജനറൽ ഡയറുടെ നേതൃത്വത്തിലാണ്. ഇവിടെ ഒരു വാണിങ്ങോ അല്ലെങ്കിൽ ഇവിടെ ഒത്തുകൂടിയവർ പോകണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന 1 and only എക്സിറ്റ് ഇവർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഈ ഒരു ഗ്യാതറിങ്ങിലേക്ക് വെടിയുതിർക്കുകയും 379 ആളുകൾ മരിക്കുകയും 1000ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ കണക്കിൽ 1000ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 1500 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കണക്കനുസരിച്ച് 1650 ബുള്ളറ്റുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അമൃത്സർ മസാക്കർ. ആ ഒരു സൈഡിൽ ചുമരുമ്മലുള്ള ബുള്ളറ്റ് മാർക്സാണ് അവിടെ സ്ക്വയറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അവിടെ ആ ഒരു ലൊക്കേഷനിലുള്ളൊരു കിണറാണ്. ആ ഒരു വെടിയുതിർത്ത സമയത്ത് കുറേ പേര് ഇതിൽ ചാടി മരിച്ചിട്ടൊക്കെയുണ്ട്. ജാലിയൻ വാലാബാഗ് മസാക്കറിന് ശേഷം വളരെ ബ്രൂട്ടലായിട്ടുള്ള നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ പഞ്ചാബിൽ നടപ്പിലാക്കുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് നമ്മൾ മുന്നേ പറഞ്ഞൊരു ഇംഗ്ലീഷ് മിഷണറിനെ പരിക്കേൽപ്പിച്ചിരുന്നു. ഒരു റോഡിൽ വെച്ചിട്ട് അവർ ട്രാവൽ ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ ആ ഒരു റോഡിൽ ഇന്ത്യൻസിനെ നടക്കാൻ സമ്മതിക്കാതെ അവിടെ എഴഞ്ഞു പോകണമെന്നൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു. ഈ ഒരു പഞ്ചാബിലുണ്ടായ അട്രോസിറ്റീസിന് പ്രൊട്ടസ്റ്റായിട്ട് ടാഗോറിന് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്ന നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന പദവി അദ്ദേഹം ഉപേക്ഷിച്ചു. ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് കൊടുത്തിട്ടുള്ള കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ടൈറ്റിൽ ഗാന്ധിജിയും ഗിവപ്പ് ചെയ്തു. വയലൻ്റ് ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ റിസൾട്ടായിട്ട് ഗാന്ധിജി കൊണ്ടുവന്നിരുന്ന സത്യാഗ്രഹ മൂവ്മെൻറ്റൊക്കെ ഏപ്രിൽ 18, 1919 അദ്ദേഹം തന്നെ വിത്ഡ്രോ ചെയ്തു. പഞ്ചാബിലുള്ള ഇഷ്യൂസ് കാരണം ഗാന്ധിജിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ബ്രിട്ടീഷുകാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയാൽ ഇവർക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കില്ല എന്ന്. ഇങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ വളരെ ഡിസിസീവായിട്ടുള്ള ഒരു ഇവൻ്റ് കൂടിയാണ് ജാലിയൻ വാലാബാഗ്. ഭഗത് സിംഗിന് ജാലിയൻ വാലാബാഗ് നടക്കുന്ന സമയത്ത് 11 വയസ്സേ ഉള്ളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റൊക്കെ പ്രധാനമായിട്ടും ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്നത് ജാലിയൻ വാലാബാഗിൽ നിന്നാണ്. പഞ്ചാബിലുണ്ടായിരുന്ന വയലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അതുപോലെ ജാലിയൻ വാലാബാഗും പഠിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മിറ്റി.
ഈ ഒരു കമ്മിറ്റി തന്നെയാണ് ഡിസോർഡേഴ്സ് എൻക്വയറി കമ്മിറ്റി എന്നും അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചെയർമാനാണ് ലോർഡ് വില്യം ഹണ്ടർ. ഹണ്ടർ കമ്മിറ്റിയിൽ 3 ഇന്ത്യൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ പേരുകളാണ് സിർ ചിമൻലാൽ ഹരിലാൽ സെതൽവാദ്, മറ്റൊന്ന് പണ്ഡിറ്റ് ജഗത് നാരായൺ, സർദാർ ഷഹീബ്സാദ സുൽത്താൻ അഹമ്മദ് ഖാൻ. ഒക്ടോബർ 29 ഡൽഹിയിൽ ഈ ഒരു കമ്മിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് വിറ്റ്നസ്സസിനെ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ബോംബെയിൽ നിന്നും ലാഹോറിൽ നിന്നൊക്കെ വിളിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു. നവംബറിൽ ലാഹോറിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിറ്റ്നസ്സുകളുടെ അടുത്ത് നിന്ന് എക്സാമിൻ ചെയ്യുകയും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുകയും ചെയ്തു. ജനറൽ ഡയറെയും കമ്മിറ്റിയുടെ മുന്നിൽ വിളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഡയറുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, അല്ലാതെ അതൊരു ചെയ്തതിലൊരു പ്രശ്നമായിട്ടൊന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഡയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിലൊരു റേഷ്യൽ ടെൻഷൻ കൊണ്ടുവന്നു. എന്നാലും ഫൈനൽ റിപ്പോർട്ടിൽ 1920 റിലീസായപ്പം ഡയറിൻ്റെ ആക്ടിവിറ്റീസിനെയും ആക്ഷൻസിനെയും കണ്ടം ചെയ്യാണ് കമ്മിറ്റി ചെയ്യുന്നത്. കമ്മിറ്റി പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ 2 എറേഴ്സാണ് പറയുന്നത്. ഒന്ന്, ആദ്യം ആളുകൾക്ക് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കാത്തത്. മറ്റൊന്ന്, ഫയറിങ്ങും കുറേ സമയം തുടർന്നത്. ബ്രിട്ടീഷ് റൂൾ ഓവർത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്പിറസീസ് ഒന്നും പഞ്ചാബിൽ ഇല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഡയറിനെ കണ്ടം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അതോറിറ്റീൻ്റെ ബൗണ്ടറീസ് ഓവർസ്റ്റെപ്പ് ചെയ്തു എന്ന് അവർ അക്നോളജ് ചെയ്യുകയും ചെയ്തു. ഡയറിൻ്റെ ആക്ഷൻസിനെ കണ്ടം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഒന്നും എടുത്തില്ല. കൂടാതെ കമ്മിറ്റിൻ്റെ പ്രൊസീഡിങ്സിന് മുൻപ് ഒരു ഇൻഡെംനിറ്റി ആക്ട് പാസ്സാക്കി, ഇതിൻ്റെ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോത്തിലാൽ നെഹ്റുവും മറ്റ് നാഷണലിസ്റ്റുകളൊക്കെ ഈ ഒരു ആക്ടിനെ വിളിക്കുന്നത് വൈറ്റ് വാഷിംഗ് ബിൽ എന്നാണ്. ജാലിയൻ വാലാബാഗ് നടക്കുന്ന സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ വാർ വിൻസൻ ചർച്ചിലായിരുന്നു. അദ്ദേഹം ഈ ഒരു കമ്മീഷൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. അമൃത്സറിൽ നടന്നതിനെ കണ്ടം ചെയ്യുകയും അതിനെ മോൺസ്ട്രസ് എന്ന് വിളിക്കുകയും ചർച്ചിൽ ചെയ്തു. ബ്രിട്ടൻ്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന H.H. ആഷ്ക്വിത്ത് ഇതിനെ വിളിക്കുന്നത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഔട്ട്റേജസ് ഇൻ ദ ഹോൾ ഓഫ് അവർ ഹിസ്റ്ററി എന്നാണ്. ഒടുവിൽ ക്യാബിനറ്റിൻ്റെ തീരുമാനം ഡയറെ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു. അങ്ങനെ ഡയറിനെ ഡിസ്മിസ് ചെയ്യാനുള്ള മെസ്സേജ് ആർമി കൗൺസിലിനോട് പറയുകയും ആർമി കൗൺസിൽ ലാസ്റ്റിൽ ഇദ്ദേഹത്തിന് 1920 ഡയറിനെ സർവീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ഡയർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. പക്ഷേ ആ ടൈമിലും ലീഗൽ ആക്ഷനൊന്നും എടുക്കുന്നില്ല. ഇദ്ദേഹം പെൻഷൻ പറ്റി നല്ലപോലെ ജീവിക്കുകയാണ് ചെയ്തത്. ഡയറിൻ്റെ ജാലിയൻ വാലാബാഗിലുള്ള ആക്ഷൻസിന് യൂണിവേഴ്സലി എല്ലാവരും കണ്ടം ചെയ്യുന്നില്ല. ചിലർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ജസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഹൗസ് ഓഫ് ലോർഡ്സിൽ പെടുന്ന കുറേ ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. മോർണിംഗ് പോസ്റ്റ് ഡയർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റൈസർ നടത്തിയിരുന്നു. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടറാണ് റുദിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന റൈറ്റർ. അങ്ങനെ പല ആളുകളും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സപ്പോർട്ടും ജസ്റ്റിഫിക്കേഷനും വരുന്നത് ഗോൾഡൻ ടെമ്പിളിലുള്ള ക്ലറജിയുടെ അടുത്ത് നിന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ക്ലറജി ഇദ്ദേഹത്തെ ഒരു സിക്കായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് ഓണർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റ് ഈ ഒരു സിക്ക് ക്ലറജിനെ റീഓർഗനൈസ് ചെയ്യുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ ഇത് മൊത്തമായിട്ട് ഒരു റിഫോം മൂവ്മെൻറ്റ് നടത്തിയിട്ട് സിക്ക് ഷ്രൈൻ്റെ മാനേജ്മെൻറ്റിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുദ്വാര റിഫോം മൂവ്മെൻറ്റ് മുന്നോട്ട് വരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മിക്കൽ ഡോയർ. ഇത് ഡയറും ഡോയറും വേറെ ആളുകളാണ്. മറ്റേയാൾ നമ്മൾ പറഞ്ഞു റിട്ടയർമെൻ്റ് ആയിട്ട് അവിടെ വെച്ചിട്ട് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് പിന്നെ ഓൾഡ് ഏജ് ആയിട്ടാണ് മരിക്കുന്നത്. മറ്റേ ആളെ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വിളിക്കുന്നത് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ്. ഉദ്ധം സിംഗ് ജൂലൈ 23, 1927 വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൊലപാതകത്തിൻ്റെ റിസൾട്ടായിട്ട് 1940 ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. അതിനുശേഷം 1974 അദ്ദേഹത്തിൻ്റെ ആഷസ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിക്ക് പുറമെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നോൺ ഒഫീഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ഈ ഒരു ജാലിയൻ വാലാബാഗ് ഇഷ്യൂ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിലുള്ള ആളുകളാണ് മോത്തിലാൽ നെഹ്റു, CR ദാസ്, അബ്ബാസ് ത്യാബ്ജി, MR ജയങ്കരൻ, ഗാന്ധി. ഇവർ ഡയറിൻ്റെ ആക്ഷനെ ഇൻഹ്യൂമനാണെന്ന് ക്രിറ്റിസൈസ് ചെയ്യുകയും അവിടെ മാർഷ്യൽ ലോ പഞ്ചാബ് കൊണ്ടുവന്നതിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നും കണ്ടെത്തി.